എല്ലാവർക്കും പ്രഭാതവന്ദനം. അകലെ ഏകാന്തമായൊരു മരത്തിന്റെ ചുവട്ടിൽ ഒരുവൻ ഇരിക്കുന്നുണ്ട്. അവന്റെ മുഖം ദുഃഖാർദ്രമാണ്. അവന്റെ അടുത്തേക്ക് നമുക്കൊന്ന് പോകാം. അടുത്തേക്ക് ചെല്ലും തോറും അവനെന്തോ മന്ത്രിക്കുന്നത് പോലെ തോന്നുകയാണ്. അവൻ എന്തായിരിക്കും മന്ത്രിക്കുന്നത്? നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ചെവിയും ഈ മന്ത്രത്തിലേക്ക് കൊടുത്താലോ? അവൻ പറയുന്നു, ഞാൻ കൊറിയന്തോയിലെ ആ ധനിക ഭവനത്തിലെ ഏക മകനാണ്. എൻ്റെ അപ്പന്റെ പേര് ശിമയോൻ സ്കറിയാത്ത. ഞാനാണ് യൂദാ സ്കറിയാത്ത. എന്നെ ഇപ്പോൾ ഭാരപ്പെടുത്തുന്ന അഗാധമായൊരു ദുഃഖത്തിലാണ് ഞാൻ. എൻ്റെ ഗുരുവിനെ ഞാൻ വഞ്ചിച്ചു. എൻ്റെ സ്നേഹത്തെ ഞാൻ വിറ്റ് പണത്തിനു വേണ്ടി ആഗ്രഹിച്ചു. ലോകത്തിൽ ഇത്രയധികം പരാജയപ്പെട്ടവൻ ആരുമുണ്ടാവില്ല. അവനിലേക്ക് ഞാൻ പ്രവേശിച്ചത് മരുഭൂമിയിലെ ഒരു ശബ്ദം കേട്ടിട്ടാണ്. ഒരു നിസ്വന്റെ ശബ്ദം. അവന്റെ വേഷവിധാനത്തിലും വ്യത്യസ്തതയുണ്ടായിരുന്നു. ഞാൻ അവനെ ശ്രദ്ധിച്ചു. അവൻ ധരിച്ചിരിക്കുന്നത് പരിപരുത്ത ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രമായിരുന്നു. അവന്റെ ഭക്ഷണത്തിനും വ്യത്യസ്തതയുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചത് അവന്റെ രൂപഭാവങ്ങളിലേക്കല്ല, മറിച്ച് അവന്റെ വാക്കുകളിലേക്കാണ്. അവൻ ആരെക്കുറിച്ചായിരിക്കും പറയുക? അവൻ പറയുന്നു, തന്റെ പിന്നിൽ ആരോ ഉണ്ടെന്ന്. ആരാണെന്ന് ഞാൻ കേട്ടു. അവൻ പറയുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ലെന്ന്. അതാരായിരിക്കും? അത്ഭുതത്തോടെ ഞാൻ അവന്റെ മൊഴികളെ കേട്ടു. അവസാനം അവൻ വിരൽ ചൂണ്ടി ആ പാതയിലേക്ക് പതിയെ പതിയെ ഞാൻ നടന്നു തിന്നു. 72 പേരെ തെരഞ്ഞെടുത്ത് കൂട്ടത്തിൽ നിർത്താതെ വ്യത്യസ്ത തലങ്ങളിലേക്ക്, വ്യത്യസ്ത ദേശങ്ങളിലേക്ക് അയച്ചവൻ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ടായിരുന്നു. 12 പേർക്കുള്ള ഒരു തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പിൽ എനിക്കൊരു സ്ഥാനം കിട്ടി. അറിവുള്ളവനാണ് ഞാൻ, കണക്ക് കൂട്ടാൻ കഴിവുള്ളവനാണ് ഞാൻ എന്ന് കണ്ട് അവരുടെ പണസഞ്ചി എനിക്ക് തന്നു. അതെന്റെ ആനന്ദമായി മാറി. ചെറുപ്പകാലം മുതൽ ഈ പണത്തോടുള്ള ആർത്തി ഉണ്ടായിരുന്നു എനിക്ക്. ആ പണസഞ്ചി കിട്ടിയപ്പോ എനിക്കെല്ലാം കിട്ടിയതുപോലെ എനിക്ക് തോന്നി. അവന്റെ ആന്തരികതയിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവൻ പ്രവർത്തിക്കുന്ന അത്ഭുതമായിരുന്നു എൻ്റെ ഹരം. അവൻ എൻ്റെ ഗുരുവാണെന്ന് പറയാൻ എനിക്ക് അഭിമാനമായിരുന്നു. കാരണം നാട്ടുകാരുടെ മുമ്പിൽ അവൻ അത്ഭുത പ്രവർത്തകനാണ്. അവന്റെ വാക്കുകളിലേക്കും വാക്കുകളുടെ ആഴങ്ങളിലേക്ക് ഞാൻ പോയില്ല, മറിച്ച് അവന്റെ അത്ഭുതങ്ങൾ അതെന്റെ ഹരമായിരുന്നു. എപ്പോഴും ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നതാ. അവന്റെ അത്ഭുതങ്ങളെ വിറ്റ് ഞാൻ പലപ്പോഴും കാശാക്കിയിട്ടുണ്ട്. ഞാൻ മറ്റുള്ളവരെ നോക്കുമ്പോൾ അവരുടെ പണസഞ്ചികളിലേക്കാണ് എൻ്റെ ശ്രദ്ധ അറിയാതെ പോയിരുന്നത്.
അവസാനം ഞാൻ അവനെയും വിറ്റു. അവനെ വിറ്റപ്പോ എനിക്ക് 30 വെള്ളിക്കാശ് കിട്ടി. പണത്തോടുള്ള ആർത്തി എൻ്റെ ഗുരുവിനെ പോലും വിൽക്കാൻ എന്നെ പ്രാപ്തനാക്കി എന്ന് പറയാം. ഞാൻ അവനെ വിറ്റപ്പോ ഉള്ളിൽ എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു. അവൻ അത്ഭുത പ്രവർത്തകനാണ്, എനിക്ക് പണവും കിട്ടും, അവൻ രക്ഷപ്പെടുകയും ചെയ്തോളൂ. അവന്റെ ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് പോകാൻ എനിക്ക് കഴിഞ്ഞില്ല. അവൻ കാട്ടിത്തന്ന രാജ്യത്തെക്കുറിച്ച് പഠിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവനോടൊപ്പം നടന്നപ്പോഴും അവന്റെ ചാരത്ത് ചേർന്ന് നിന്നപ്പോഴും സ്വാർത്ഥതയുടെ കൂടാരത്തിലായിരുന്നു ഞാൻ. അവന്റെ ചാരത്ത് നടക്കുന്നു എന്ന് പറയുമ്പോഴും ഞാൻ എത്രയോ അകലങ്ങളിലായിരുന്നു. ആ അകലങ്ങളിലൂടെ സഞ്ചരിച്ച് അടുത്താണെന്ന് പറഞ്ഞു നടന്നവൻ അവന്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയായി അവൻ രൂപപ്പെടുത്തിയ അപ്പമെടുത്ത് അവൻ കൽപ്പിച്ച രക്തത്തിൽ മുക്കി എനിക്ക് തന്നപ്പോ എനിക്ക് സ്വർഗീയ അനുഭൂതിയല്ല ഉണ്ടായത്, അന്ധകാരത്തിലേക്ക് വീണ്ടും പോകാനുള്ള ദ്വരയായിരുന്നു. കാരണം 30 വെള്ളിക്കാശുമായിട്ട് നിൽക്കുന്ന പുരോഹിതരെ കാണാനുള്ള ധൃതിയായിരുന്നു എനിക്ക്, തിടുക്കമായിരുന്നു എനിക്ക്. ആ ഊട്ടുശാല വിട്ട് കതക് തുറന്ന് ഞാൻ പുറത്തേക്കിറങ്ങിയപ്പോ ഞാൻ വീണ്ടും പോയത് അന്ധകാരത്തിലേക്കായിരുന്നു. പെട്ടെന്ന് ആ കാശ് ശേഖരിക്കണം, ആ കാശ് ശേഖരിച്ച് എൻ്റെ സഞ്ചിയിലാക്കണമെന്നുള്ള ദുരാഗ്രഹത്തിന്റെ പിൻബലത്താൽ ഞാൻ ദേവാലയത്തിലേക്ക്, പുരോഹിതരുടെ അങ്കണത്തിലേക്ക് ഓടിയെടുത്തു. അവരെനിക്ക് 30 വെള്ളിക്കാശ് തന്നു. അല്പസമയത്തേക്ക് എനിക്ക് ആനന്ദമായിരുന്നു, 30 വെള്ളിക്കാശിന്റെ ആനന്ദം. ഈ വെള്ളിക്കാശ് ഞാൻ നെഞ്ചോടമർത്തി സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. ഈ 30 വെള്ളിക്കാശ് കൊണ്ട് ഞാൻ എന്തു ചെയ്യണം? എൻ്റെ ഗുരുവിനെ വിറ്റ് കിട്ടിയ കാശ്. പക്ഷേ ഈ 30 വെള്ളിക്കാശ് എൻ്റെ ഭാരമായി തീരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ 30 വെള്ളിക്കാശ് ആർക്കും വേണ്ടാത്തതായി മാറുമെന്ന് ഞാൻ അറിഞ്ഞില്ല. കളങ്കമില്ലാത്ത രക്തത്തെ ഞാൻ ഒറ്റിക്കൊടുത്തതിനാൽ ശേഖരിച്ച് എന്നിലേക്ക് വന്ന ഈ 30 വെള്ളിക്കാശ് ഇതെന്റെ കൃപയുടെ നഷ്ടമാണ്. എന്റെ ചിന്തയാണ് വചനത്തിൽ കടന്നു വന്നത്. ഞാൻ ജനിക്കാതെ പോയിരുന്നുവെങ്കിൽ. എന്റെ ഈ ആത്മഹത്യാ കുറിപ്പിൽ ഞാൻ ഒരിക്കൽ കൂടി ശേഖരിച്ച് പറയട്ടെ. എന്റെ മാതാപിതാക്കൾ സമ്പന്നരായിരുന്നു, പക്ഷേ വിവേകത്തോടുകൂടെ എന്നെ വളർത്തിയില്ല. കൊറിന്തോയിലെ ധനവാന്മാരെന്നാണ് എൻ്റെ മാതാപിതാക്കന്മാരെ പറഞ്ഞത്, പക്ഷേ ധാർമ്മിക ബോധത്തിൽ അവരെന്നെ വളർത്തിയില്ല. അവർക്ക് ജ്ഞാനം കുറവായിരുന്നു. വിവേകത്തിന്റെ കുറവ് കൊണ്ടാവാം അങ്ങനെ സംഭവിച്ചത്. ഇന്നലകളുടെ പാതകളിൽ അവരെന്നെ വളർത്തിയത് ധനം ശേഖരിക്കണമെന്നുള്ള ബോധനത്തോടുകൂടെയാണ്. എൻ്റെ കൊച്ചു മനസ്സിൽ ഞാൻ വളരുന്നതോടനുസരിച്ച് ധനത്തോടുള്ള ഈ ആർത്തിയും വളർന്നിരുന്നു. അവസാനം ഏത് തേജസ്സിനോടാണോ ഞാൻ ഒട്ടി നിന്നത്, ആ തേജസ്സിനെ പോലും ഞാൻ വിറ്റ് കാശാക്കി, പണമാക്കി. ഇന്ന് ഈ മരത്തിന്റെ ചുവട്ടിൽ എൻ്റെ കൊലക്കയർ എൻ്റെ കയ്യിലുള്ളപ്പോ ഇനി ജീവിക്കാൻ ഒരു അവകാശവും ഇല്ലാത്തവനാണെന്നുള്ള തിരിച്ചറിവോടെ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരിക്കലും ഇങ്ങനെയൊരു യൂദാസ് രൂപപ്പെടരുത്.
ഉറ്റവരെ ഒറ്റിക്കൊടുക്കുന്നവര്, പണത്തിനു വേണ്ടി ദൈവത്തെ കച്ചവടം ചെയ്യുന്നവര്, പണത്തിനു വേണ്ടി ദൈവവചനത്തെ വികൃതമാക്കുന്നവര്, പണത്തിനു വേണ്ടി അൾത്താരെ എന്ന പരിശുദ്ധിയെ വികൃതമാക്കുന്നവര്, അവരിലെല്ലാം അറിയാതെ ഞാനെന്ന യൂദാസ് കുടിയിരിക്കുന്നുണ്ട്. യൂദാസ് എന്ന് പറയുന്നവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് മരണമടഞ്ഞ് മൺമറഞ്ഞു പോയവനാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇന്നും ഞാൻ ജീവിക്കുന്നുണ്ട്. ആരൊക്കെ ആത്മീയതയെ മറന്ന് പണത്തിൻ്റെ പിന്നാലെ പോകുന്നോ അവളിലും അവനിലും യൂദാസ് ഉണ്ട്. ഗുരുനാഥനെ ഒറ്റിക്കൊടുത്ത യൂദാസ്, ആത്മാർത്ഥതയില്ലാതെ, സത്യസന്ധതയില്ലാതെ, വിശ്വസ്തതയില്ലാതെ, വിശുദ്ധിയില്ലാതെ ഗുരുവിനെ ആരൊക്കെ ലോകത്തിൽ കൊടുക്കാൻ പരിശ്രമിക്കുന്നുണ്ടോ, അവന്റെ അത്ഭുതത്തിലേക്ക് മാത്രം ആരൊക്കെ ശ്രദ്ധ ചെലുത്തുന്നുണ്ടോ, അവരൊക്കെ അറിയാതെ യൂദാസിന്റെ സ്തുതിപ്പാട്ടുകൾ പാടുന്നുണ്ടെന്ന തിരിച്ചറിവറിയണം. ആരൊക്കെ അവന്റെ അത്ഭുതത്തിലേക്ക് മാത്രം ഉറ്റുനോക്കുന്നുണ്ടോ, അവിടെയൊക്കെ യൂദാസിന്റെ മനോഭാവമുണ്ട് എന്ന് തിരിച്ചറിയണം. അവന്റെ ഹരം അവന്റെ അത്ഭുത പ്രവർത്തികളിലായിരുന്നു. എന്നാൽ അവൻ കാട്ടിത്തന്ന സ്വർഗീയ യാഥാർത്ഥ്യത്തിലേക്കായിരുന്നില്ല. അവസാനം ഈ ലോകത്തിലെ സ്വാർത്ഥത സ്വീകരിച്ച് വെറും 30 വെള്ളിക്കാശിൽ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രൻ തമ്പുരാനെ ഒതുക്കി തീർത്തതുകൊണ്ട് എനിക്ക് കിട്ടിയതാണ് ഈ കൊലക്കയർ എന്ന് ഞാൻ അവനോടൊപ്പം ചേർന്നു. അന്നു മുതൽ ഞാൻ നെയ്തെടുത്തതാണ് ഈ കൊലക്കയർ. ഈ ഒരു സാഹചര്യത്തിൽ രൂപപ്പെട്ടതല്ല, ഇതൊരു പ്രയാണമായിരുന്നു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദത്തിൽ ആകൃഷ്ടനായി അവൻ ആരെക്കുറിച്ച് പറയുന്നു എന്ന് ധ്യാനിച്ചെടുക്കാൻ അവന്റെ വാക്കുകളിൽ ശ്രദ്ധിച്ച് ആ വാക്കുകളെ പൂർണ്ണമായി സ്വീകരിക്കാൻ വേണ്ടി ആരെക്കുറിച്ച് അവൻ പറഞ്ഞോ അവനിലേക്ക് ഞാൻ എത്തിപ്പെട്ടപ്പോൾ, അവന്റെ അത്ഭുത പ്രവൃത്തികൾ എനിക്ക് ഹരമായി തീർന്നപ്പോൾ, എന്നോടൊപ്പമുള്ള എൻ്റെ കൂട്ടരുടെ ഇടയിൽ എനിക്ക് വിദ്യാഭ്യാസ സമ്പന്നതയുണ്ട് എന്ന കാര്യത്താൽ പണസഞ്ചി എൻ്റെ കൈകളിൽ വന്നു ചേർന്നപ്പോൾ എല്ലാമായി എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. പക്ഷേ ഏറ്റവും വലിയ സമ്പത്തിനെ നിരാകരിച്ചുകൊണ്ടാണ് ഞാൻ ഈ 30 വെള്ളിക്കാശിൻ്റെ പുറകെ പോയതെന്ന തിരിച്ചറിവ് ഇന്ന് എൻ്റെ മരണത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഈ മരച്ചുവട്ടിലിരുന്ന് ഞാൻ ധ്യാനിക്കുകയാണ്. പണത്തിനു വേണ്ടി ബന്ധങ്ങളെ ശിഥിലീകരിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ അവകാശത്തിനു വേണ്ടി പടവെട്ടുന്നു അവിടെയൊക്കെ ബന്ധങ്ങൾ പതിയെ പതിയെ പടിയിറങ്ങിപ്പോകും. എവിടെ സ്വാർത്ഥത നമ്മുടെ ബന്ധങ്ങളെ വലയം ചെയ്യുന്നു അവിടെ ബന്ധങ്ങൾ നിസ്സാരമാണെന്ന് തോന്നും. മക്കളെ, പഠിച്ചെടുക്കണം. അവനേക്കാൾ ഉപരിയായി നിന്റെ പണസഞ്ചിയെ നീ കരുതുകയോ സ്നേഹിക്കുകയോ ചെയ്യരുത്. അവിടെ രൂപപ്പെടുന്നത് യൂദാസാണ്. അവിടെ രൂപപ്പെടുന്നത് വഞ്ചനയാണ്. അവിടെ നീ ചുംബനം കൊടുത്താലും അത് അഭിനയമാണ്. അഭിനയിച്ചുകൊണ്ട് തമ്പുരാനെ നീ ഒറ്റിക്കൊടുക്കരുത്. ഈ വർത്തമാന കാലത്തിൽ എത്രയോ പേരാണ് അഭിനയിച്ചുകൊണ്ട് തമ്പുരാനെ ഒറ്റിക്കൊടുക്കുന്നത്. അത് യൂദാസിന്റെ ആവർത്തനമല്ലേ? നമ്മുടെ ജീവിതത്തിൽ നാം മറന്നുപോകുന്നത് അതാ. എപ്പോഴാണോ തമ്പുരാനേക്കാൾ കൂടുതൽ പണസഞ്ചിയോടുള്ള ആകർഷണം കൂടുന്നത് അവിടെ യൂദാസ് ജന്മമെടുക്കുന്നുണ്ട്. കിട്ടാതെ പോയതിനെ വാരിക്കൂട്ടാനുള്ള ത്വരയുണ്ടാവുന്നുണ്ട്.
ഇന്നലെയുടെ പാതകളിൽ നമ്മൾ സ്വീകരിച്ച അറിവുകൾ സ്വാർത്ഥതയുടെ പശ്ചാത്തലം രൂപപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മോട് തന്നെ പറയാം, നമ്മൾ ശേഖരിച്ചതൊക്കെ വലിച്ചെറിയണം. വലിച്ചെറിഞ്ഞിട്ട് തിരികെ നടക്കണം. മക്കളെ, യൂദാസായ എനിക്ക് തിരികെ നടക്കാൻ കഴിയാതെ പോയി. എൻ്റെ തിരികെ നടപ്പ് ആഗ്രഹിച്ചവനായിരിക്കും എൻ്റെ ഗുരുനാഥൻ. പക്ഷേ അവൻ്റെ മുഖത്തു നോക്കാനുള്ള ത്രാണിയില്ല. സ്നേഹത്തിൻ്റെ മൂർദ്ധഭാവമായ ചുംബനത്തെ ഞാൻ വഞ്ചനയ്ക്കായി വിനിയോഗിച്ചു. സ്നേഹത്തിൻ്റെ മൂർദ്ധഭാവമായ ആലിംഗനത്തെ എൻ്റെ ഗുരുവിനെ വിൽക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചു. ഇനിയൊരു തിരിച്ചുപോക്കില്ല. ഈ കയറിൽ തീരേണ്ടതാണ് എൻ്റെ ജീവിതം. എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ, മക്കളെ, ഗുരുവിനേക്കാൾ ഉപരിയായി പണസഞ്ചിയുടെ കനത്തെ നോക്കിയാൽ നിനക്ക് ഗുരുവിനെ നഷ്ടപ്പെട്ടു പോകും. ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെടും. ഗുരു നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ജീവിതം തീർന്നു എന്നുള്ളതാണോ? എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കയർ കൊണ്ട് എൻ്റെ ജീവിതം മാത്രമല്ല, ഒരു കാലഘട്ടത്തിൻ്റെ സ്വപ്നങ്ങൾ പോലും തീരുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു തരുന്ന സത്യം ഇതാണ്, മക്കളെ, ആകർഷണങ്ങളൊന്നും അത്ഭുതങ്ങളിൽ ഒതുങ്ങാതിരിക്കട്ടെ. മറിച്ച് ഗുരുമൊഴികളിൽ ലീനമായി കിടക്കുന്ന ആത്മീയ സത്യത്തിലേക്ക് പോകാൻ ഉതകുന്നതാകട്ടെ. നമ്മുടെ ആത്മീയ വെളിച്ചം കിടത്തിക്കളയുന്ന സ്വാർത്ഥതയെ പിഴുതെറിഞ്ഞ് ഗുരുവെന്ന യാഥാർത്ഥ്യത്തെ മുറുകെ പിടിച്ച് ആത്മീയ ചേതനയ്ക്ക് വിഘാതമായി നിൽക്കുന്ന എല്ലാ സ്വാർത്ഥതയെയും പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് ക്രിസ്തു എന്ന യാഥാർത്ഥ്യത്തെ പൂർണ്ണമായിട്ട് സ്വീകരിച്ച് ആത്മാർത്ഥതയോടുകൂടെ ആലിംഗനം ചെയ്യാൻ ഞാനും നീയും പഠിക്കണം. എൻ്റെ അവസാന മൊഴികൾ ഇത് മാത്രമേ ഉള്ളൂ. എൻ്റെ കണക്ക് കൂട്ടുകളുകൾ തെറ്റി. എൻ്റെ സ്വാർത്ഥതയുടെ കൂടാരത്തിലിരുന്ന് ഞാൻ എഴുതിക്കൂട്ടിയ ജീവിതകഥയിൽ തെറ്റ് സംഭവിച്ചു. എൻ്റെ ഗുരുവെന്ന് വിളിച്ചവനെ പരിശുദ്ധമായ സ്നേഹപ്രകടനമായ ചുംബനത്താൽ, ആലിംഗനത്താൽ ഞാൻ ഒറ്റിക്കൊടുത്തു. ഇനി എനിക്ക് ജീവിതമില്ല. ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, എൻ്റെ ഈ ആത്മഹത്യാ കുറിപ്പ് വായിച്ചിട്ട് ഇനി ഒരിക്കലും ഒരു യൂദാസ് ഈ ലോകത്തിൽ രൂപപ്പെടാതിരിക്കട്ടെ. പണത്തിനു വേണ്ടി, പണസഞ്ചിയുടെ കനത്തിനു വേണ്ടി ഗുരുമൊഴികളെ വികൃതമാക്കാതിരിക്കട്ടെ. ഗുരുവിൻ്റെ സാന്നിധ്യത്തെ ജീവിതത്തിൽ വഞ്ചനയാൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാതിരിക്കട്ടെ. ഈ പ്രഭാതത്തിൽ, ഇന്ന് നാം ആരംഭിക്കുന്ന ജീവിതത്തിൽ ഗുരുദർശനത്തിന് വിഘാതമായി നിൽക്കുന്ന പണക്കൊതിയോട് വിട പറഞ്ഞ് യൂദാസ് എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ, അവൻ്റെ അത്ഭുതങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന് ആത്മീയതയെ ചുരുക്കിക്കളയാതിരിപ്പാൻ, അവൻ്റെ ആത്മീയ ചേതനയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വ്യക്തിത്വങ്ങളാകാൻ നമ്മളെല്ലാവരും പ്രാപ്തരായി മാറട്ടെ. നല്ല ദിവസം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.